കൊട്ടാരക്കരയിലെ ടിപ്പർ അപകടത്തിന് കാരണം അമിത വേഗവും ഡ്രൈവറുടെ അശ്രദ്ധയുമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട്. ഡ്രൈവർ മൊബൈലിൽ സംസാരിക്കുകയായിരുന്നുവെന്നും കണ്ടെത്തൽ. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, നമ്മൾ ഇക്കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നതാണ് ഇത്തരം ചില സംശയങ്ങൾ പ്രാഥമികമായി ഇങ്ങനെയൊക്കെ അനുമാനത്തിൽ എത്താമെന്നത് ചർച്ചയായ കാര്യവുമാണ്. ഇപ്പോഴാണല്ലോ ഇതിലേക്ക് വ്യക്തത വരുന്നത്. വിവരങ്ങൾ എന്തൊക്കെ? അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിലയിരുത്തലിൽ എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ആ വാഹനത്തിൻ്റെ വേഗം കിട്ടിയിട്ടുണ്ട്. 56 കിലോമീറ്റർ സ്പീഡിലാണ് ആ വാഹനമായി ഇറങ്ങി വന്നത് എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഓരോ വാഹനങ്ങളിലും GPS സംവിധാനമുണ്ട്. ആ GPS സംവിധാനത്തിൽ ആ വെഹിക്കിൾ ട്രാക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ വേഗം കണക്കൂട്ടാൻ പറ്റും. അത് പക്ഷേ ഓഫ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച കാരണം അത് ആക്റ്റീവ് ആയിരുന്നില്ല. അങ്ങനെ ആക്റ്റീവ് ആകാത്ത വാഹനത്തിനാണ് അത് പാസ്സാക്കി കൊടുത്തത്. അത് വലിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയായിട്ട് അന്നും വിലയിരുത്തിയതാണ്. അതിൻ്റെ പെർമിറ്റ് എല്ലാം തീർന്നതിന് ശേഷം ഈ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടും അതിന് പെർമിറ്റ് നൽകുന്ന സ്ഥിതിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. അതുകൊണ്ടാണ് അവർക്കെതിരെ കൂടി നടപടി സ്വീകരിച്ചത്. പിന്നീട് വിശദമായി ഈ GPS സംവിധാനം പരിശോധിച്ചതിൽ നിന്നാണ് ഈ വാഹനം അപകടത്തിൽപ്പെടുന്ന സമയത്ത് 56 കിലോമീറ്റർ സ്പീഡായിരുന്നു ഈ വാഹനത്തിനുണ്ടായിരുന്നത് എന്ന ശാസ്ത്രീയമായ തെളിവ് മോട്ടോർ വാഹന വകുപ്പിന് ലഭിച്ചത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വാഹനം അപകടം നടക്കുന്ന സമയത്ത് ആ അപകട സമയമൊക്കെ തന്നെ മോട്ടോർ വാഹന വകുപ്പ് കണക്കൂട്ടിയിട്ടുണ്ട്. അപകടം നടക്കുന്ന സമയത്ത് ഈ ഡ്രൈവറുടെ CDR വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇയാൾ മറ്റൊരു ഫോൺ കോളിലായിരുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ഇത് രണ്ടും അപകടത്തിന് കാരണമായി എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ചും ആ അപകടം നടന്ന സ്ഥലം ഒരു T ജംഗ്ഷനാണ്, ഒരു ഇറക്കമാണ്, ഒരു ഭാഗത്തേക്ക് കൊടും ഇറക്കമാണ്. ആ ഭാഗത്ത് ഇടത്തേക്കായിരുന്നു ആ വാഹനത്തിന് തിരിയേണ്ടിയിരുന്നത്. പക്ഷേ വാഹനം മറിഞ്ഞത് വലതുഭാഗത്തേക്കാണ്. അമിത വേഗത്തിലെത്തി തിരിച്ചത് മൂലമാണ് ഈ വലതുഭാഗത്തേക്ക് മറിഞ്ഞു വീഴുകയും അതിൻ്റെ നിയന്ത്രണം തെറ്റി ഈ ലോഡ് ഉണ്ടായിരുന്നു, ആ ലോഡ് അവിടെ കൂടി നിന്ന ആളുകളുടെ പുറത്തേക്ക് വീഴുകയും ഒക്കെ ചെയ്തത് എന്നുള്ളതാണ് വിലയിരുത്തൽ. അങ്ങനെ ശാസ്ത്രീയമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതായാലും കോടതിയിലേക്കൊക്കെ കേസ് എത്തുമ്പോൾ അതിഗുരുതരമായിട്ടുള്ള തെളിവായി ഈ GPS സംവിധാനത്തിൻ്റെ കാര്യം മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് അതിൻ്റെ അന്തിമ റിപ്പോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്.